മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇരിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് നല്ലൊരു സ്തുതി കൊടുക്കാവോ? എല്ലാവരുടെയും ശബ്ദം ഈ ഒരു ഹോളിൽ കേൾക്കുന്ന തരത്തിൽ ഈശോയ്ക്ക് നല്ലൊരു സ്തുതി കൊടുക്കാവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏതൊരു ക്രൈസ്തവന്റെയും ജീവിതത്തിൽ അവന്റെ കുറവുകൾ മനസ്സിലാക്കി അവന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ആ കുറവുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവന്റെ ജീവിതത്തെ തമ്പുരാനോട് ചേർത്ത് നിർത്താൻ അവൻ ആത്മാർത്ഥമായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവനോട് എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട മാധ്യസ്ഥം ആരുടെ മാധ്യസ്ഥമാണ്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ ഹോളിലും ഓൺലൈനിലുമായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്തുതി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ആലപ്പുഴയില് ആത്മീയതയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണർവ് നൽകുന്ന, ആത്മീയതയുടെ സ്രോതസ്സായിട്ട് നിലകൊള്ളുന്ന IMS ധ്യാന ഭവനത്തിൽ വന്നു നിന്നുകൊണ്ട് IMS അമ്മയുടെ പക്കലിരുന്നു കൊണ്ട്, അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് തിരുക്കുമാരന്റെ തിരുമുഖം ദർശിച്ച് അവനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുക. ഞാൻ വലിയ വാഗ്മിയോ അത്രമാത്രം വിശുദ്ധിയും അത്രമാത്രം കഴിവുകളുമുള്ള ഒരു വ്യക്തിയായിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. IMS ഭവനത്തിലേക്ക് ഒരു വചന സന്ദേശം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ പക്കലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്കൊന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഒരു സംശയവും പോലും കാണിക്കാതെ, എൻ്റെ കുറവുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കാതെ, ഓക്കെ ഞാൻ വന്നുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂടുതലായിട്ട് വലിയൊരു ഉറപ്പുണ്ട്, എനിക്ക് വലിയൊരു സംരക്ഷണം അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നുള്ളൊരു ബോധ്യം എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ വചനം പങ്കുവെക്കാനായിട്ട് ഞാനിപ്പോൾ വന്നു നിൽക്കുക. എനിക്ക് ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യ വസ്ത്രം പോലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവളുടെ കാപ്പയിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. ഈ വചനവേദിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ IMS അമ്മയുടെ പക്കലേക്ക്, ഈ ഒരു ധ്യാന കൂടാരത്തിങ്കിലേക്ക്, വചന കൂടാരത്തിങ്കിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വന്നണയുന്നുണ്ടെങ്കിൽ അനേകായിരം മക്കൾ ഈ ഒരു ധ്യാന ഭവനത്തിൽ നിന്ന്
അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെയും ഒക്കെ ഉള്ളിലുള്ള ഒരേ ഒരു ബോധ്യം, അവരുടെ ഒക്കെ ഉള്ളിലുള്ള ഒരേ ഒരു വിശ്വാസം, എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ അമ്മയുടെ മുൻപിൽ പോയി ഞാൻ എൻ്റെ കണ്ണീരൊഴുക്കിയാൽ, എൻ്റെ അമ്മയുടെ മുൻപിൽ പോയി ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എനിക്ക് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ആ കാര്യങ്ങൾക്ക് ഉത്തരം നൽകും എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മളറിയാം, ക്രൈസ്തവരായ നമുക്കൊക്കെ പരിശുദ്ധ അമ്മയോട് എന്തെന്നില്ലാത്തൊരു വലിയ സ്നേഹം നമുക്കുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ മക്കൾക്ക് അവന്റെ സ്വന്തം അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ടുള്ളൊരു സ്നേഹം ക്രൈസ്തവ മക്കൾക്ക് തങ്ങളുടെ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയോട് എപ്പോഴും തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എത്രമാത്രം നമുക്ക് പറയാനും എത്രമാത്രം കേൾക്കാനും നമുക്ക് സന്തോഷമാണ്. ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്തകള് ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോഴും അത് പുതിയതായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക. കാരണം അമ്മയുടെ സാന്നിധ്യം എപ്പോഴും പുതിയ ഒരു പുത്തൻ ഉണർവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് എപ്പോഴും നൽകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അമ്മ എന്നുള്ള പദം ഉരുവിടുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം നമ്മളുടെ ഉള്ളിലുണ്ട്. അതൊരു പക്ഷേ ആ പുക്കൾക്കൊടി ബന്ധത്തിന് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഹൃദയവും അമ്മയുടെ ഹൃദയവും ഒരേപോലെ 10 മാസത്തോളം ഒരേപോലെ ഇടിച്ചതുകൊണ്ടും അവളുടെ ഉദരത്തിലെ 10 മാസത്തോളം ഞാൻ വളരെയധികം സുരക്ഷിതനായിട്ട് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം. എന്നാൽ ഒരു മനുഷ്യ വ്യക്തിക്ക് ഇത്രമാത്രം ഒരു അടുപ്പം പരിശുദ്ധ നമ്മളുടെ ഓരോരുത്തരുടെയും ജന്മം നൽകിയ അമ്മയോടുണ്ട് എങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അടുപ്പം ക്രൈസ്തവരായ നമുക്ക് നമ്മളുടെ പരിശുദ്ധ അമ്മയോടുണ്ട്. ഏതൊരു മനുഷ്യന്റെയും ഉള്ളില് അവൻ അറിഞ്ഞോ അറിയാതെയോ ഒരു അമ്മയുടെ സാന്നിധ്യം അവന് പ്രത്യേകമായിട്ട് എപ്പോഴും അഭിലഷിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അവന്റെ അമ്മ അവന്റെ കൂടെ ഉണ്ടാകും. എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പോകണം, ഒരു ജോലി കഴിഞ്ഞിട്ട് പഠനം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഏതൊരു മനുഷ്യ വ്യക്തിക്കും കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, എന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന, എന്നെ വാത്സല്യം കൊണ്ട് പൊതിയുന്ന ഒരു അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൊണ്ട് മാത്രമാണ്. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയമാണ്. പറയാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നാൽ അവൻ കുറെ നാളുകൾക്ക് അലച്ചിലുകൾക്ക് ശേഷം മുഹമ്മദ് ബഷീർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ വൈകുന്നേരമാണ് എത്തിയത്. അന്ന് ഫോൺ വിളിച്ചൊന്നും പറയാനായിട്ട് നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല. മമ്മി ഞാൻ ഇന്ന് തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ ഞാൻ ഇന്ന് തിരിച്ചു വരുന്നുണ്ടെന്ന് പറയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ അവന് കാണാനായിട്ട് കഴിഞ്ഞ കാഴ്ചയുണ്ട്. അമ്മ പ്രാതലൊരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത്താഴം ഒരുക്കിക്കൊണ്ട് അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അവന് കാണാനായിട്ട് സാധിച്ചു. ഉടനെ അവൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, അവനൊരു ടെലിപ്പതി ഉണ്ടായോ അമ്മേ നിനക്ക്? നിങ്ങൾക്കൊരു ടെലിപ്പതി ഉണ്ടായി, ഞാൻ ഇന്ന് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? ഉടനെ അമ്മ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ നിനക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുമായിരുന്നു. നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുമായിരുന്നു. അതാണ് നമ്മളുടെ അമ്മ. ഇന്ന് ഞാൻ ഈ വചനം പങ്കുവെക്കാനായിട്ട് ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് IMS 1 മണിക്കൂർ നേരത്തെ ഒരു വചന സന്ദേശത്തിന് പോകുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചേക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി തിരുഹൃദയത്തിന്റെ മുൻപിൽ വെച്ചിരുന്നിട്ട് ഈ 11:15 തൊട്ട് 12:15 വരെ എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അത് നമ്മളുടെ അമ്മമാരുടെ ഉറപ്പാണ്. ആ അമ്മമാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്രമാത്രം നമ്മൾ കൂടുതലായിട്ടും മഹനീയമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരു അമ്മയുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വലിയ വ്യക്തി ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യ വംശത്തിന്റെ അധരത്തിൽ നിന്ന് ഉരുവിടാവുന്ന ഏറ്റവും മനോജ്ഞമായിട്ടുള്ള പദം ഏതാണ്? അമ്മ എന്നുള്ള പദമാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള അഭിസംബോധന ഏതാണ്? എൻ്റെ അമ്മ എന്നുള്ള പദമാണ്. ഒരു മനുഷ്യ വ്യക്തിക്ക് തൻ്റെ അമ്മയോട് ഇത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എങ്കിൽ
ഇന്നേ ദിവസം ഈ ധ്യാന കേന്ദ്രത്തിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് ഒരു ചെറിയൊരു വേദന, എൻ്റെ ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വേദന നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നമ്മളുടെ അമ്മയുടെ സ്നേഹത്തിന്റെ 10 മടങ്ങും 100 മടങ്ങുമായിട്ട് ക്രൈസ്തവരായ നമുക്ക് നൽകാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. കുരിശിൽ നിന്നുകൊണ്ട് ഈശോനാഥൻ യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ അപ്രകാരം ചെയ്തത്? ദൈവം തമ്പുരാൻ അപ്രകാരം ചെയ്തതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവൻ വളർന്നു വന്നത് ഈ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. അവൻ വളർന്നു വന്നത് ഈ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. താൻ സ്നേഹിക്കുന്ന, ഇനി ഞാൻ എൻ്റെ സാന്നിധ്യമില്ലാതെ എൻ്റെ മക്കൾ അലയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുകളും ഉണ്ടാകരുതെന്നുള്ളൊരു ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ എല്ലാവരുടെയും സംരക്ഷണം ഏൽപ്പിക്കാനായിട്ട് അവന് സുരക്ഷിതമായിട്ടുള്ള ഒരു കരമുണ്ടായിരുന്നത് അവൻ്റെ തന്നെ അമ്മയുടെ കരങ്ങളിലേക്കായിരുന്നു. അതുകൊണ്ടാണ് മരണത്തിന് തൊട്ടു മുൻപ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ അവൻ ഏൽപ്പിക്കുന്നു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. ഏൽപ്പിക്കുമ്പോൾ സഭാ മക്കൾക്കെല്ലാവർക്കും, തൻ്റെ മക്കൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മയായിട്ടാണ് അവൻ്റെ അമ്മയെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകണം. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കരങ്ങളിലും കഴുത്തിലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജപമാല മണികളിലൂടെ നമ്മളുടെ അമ്മയോടുള്ള സ്നേഹം ഞാനും നിങ്ങളുമൊക്കെ കൂടുതലായിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്തുകൊണ്ടാണ് ക്രൈസ്തവരായ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 5 കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. 1, പരിശുദ്ധ കുർബാനയോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തിയിൽ വളരാനായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനായിട്ടും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് എന്താണ്? പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനായിട്ടും ആരെൻ്റെ കൂടെ ഉണ്ടാകണം? പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണം. രണ്ടാമതായിട്ട്, ഞാനൊരു ആത്മീയനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഭൗതികനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല, ഞാനൊരു ആത്മീയനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഇപ്രകാരം ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടാകണം? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടാകണം. 1, പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനവും ഭക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യം. രണ്ടാമതായിട്ട്, ആത്മീയനായിട്ട് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം പേറുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട്, ആത്മീയനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ്? എന്ത് വെല്ലുവിളിയാണ് നമ്മൾ നേരിടുക? എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ എങ്ങനെ എനിക്ക് നേരിടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് ആ ഒരു പ്രാർത്ഥനയോടുള്ളൊരു താല്പര്യം എനിക്ക് പലപ്പോഴും കുറഞ്ഞു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ അലച്ചിലുകളും കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ്. അപ്പോൾ സഹനങ്ങളെ എപ്രകാരം നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം, സഹനങ്ങളെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പുണരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു തരാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടാകും. നാലാമതായിട്ട്, ഇപ്രകാരം സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയനായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളിലെ മനുഷ്യനെ കണ്ടുകൊണ്ട് അവന് വേണ്ട ഉപകാരം ചെയ്തുകൊണ്ട് അവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ സഹായിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. അതിനുവേണ്ടി നമ്മെ സഹായിക്കാൻ പരിശുദ്ധ അമ്മ എന്നോട് കൂടെ ഉണ്ടാകും. മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം നൽകും.
അഞ്ചാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ജീവിക്കാൻ അവൾ എന്നെ സഹായിക്കും. ഈ 5 തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് എന്താണ്? പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ആത്മീയനായിട്ട് ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിട്ടേ തീരും. മൂന്നാമതായിട്ട് ആത്മീയനായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളി, എന്തിന്റെ വെല്ലുവിളി? സഹനങ്ങളെ നേരിടാനായിട്ടുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് ആത്മീയതയിൽ തുടരാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. നാലാമതായിട്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിക്കും, എന്നെ സഹായിക്കും. അഞ്ചാമതായിട്ട് എന്നിലെ കുറവുകളെ കണ്ടെത്തി പരിഹരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് ഈ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും. ഓരോന്നായിട്ട് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ നമ്മൾ ഓരോരുത്തരും വളരണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു താല്പര്യം നമ്മൾ കാണിക്കണം. ഞാനും നിങ്ങളുമൊക്കെ ഒരു ക്രൈസ്തവനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ യേസ് ഐ ആം എ ക്രിസ്ത്യൻ എന്ന തൻ്റെ ഇടത്തോടു കൂടി പറയുന്നുണ്ട് എങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത രണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന 2 പ്രത്യേക സംരക്ഷണം നൽകുന്ന ഒന്നാണ്. ഒന്ന് പരിശുദ്ധ കുർബാനയും 2 പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രചോദനവും. ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ പരിശുദ്ധ കുർബാനയോട് ഞാൻ ചേർന്ന് നിന്നിരിക്കണം. ഞാൻ ക്രൈസ്തവനാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചായിരിക്കണം ഞാൻ ജീവിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് പരിശുദ്ധ കുർബാന? എന്താണ് പരിശുദ്ധ കുർബാന? നമ്മുടെ തമ്പുരാൻ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയിലെ അത്ഭുതമാണ്. എന്താണ്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം തന്നെ ചെറുതാക്കിക്കൊണ്ട് ഒരു അപ്പത്തിന്റെ രൂപത്തിലേക്ക് നമ്മളുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു അത്ഭുത നിമിഷമാണ് പരിശുദ്ധ കുർബാനയുടെ അവസരം എന്ന് പറയുന്നത്. എന്തിനാണ് അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? അവൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ അവന് ഉറച്ച വേദന ഉണ്ടായിരുന്നു, എന്തൊന്നില്ലാത്ത മനോവിഷമം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ, ഇവരെ ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ, ഇവരുടെ ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്നോർത്തുകൊണ്ട് തമ്പുരാൻ കർത്താവിന് ഉള്ളില് നല്ല വിഷമമുണ്ടായിരുന്നു. ആ വിഷമം പരിഹരിക്കാനായിട്ട് അവൻ ചെയ്ത പ്രതിവിധിയാണ് എന്ത്? പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈ യുഗാന്ത്യം വരെ മനുഷ്യരോടൊപ്പം മക്കളോടൊപ്പം അവൻ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവൻ ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന അവൻ സ്ഥാപിക്കുമ്പോൾ അവൻ ഒരേ ഒരു കാര്യം മാത്രമേ മനുഷ്യ മക്കളോട് ഓരോരുത്തരോടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുരിശിലെ പീഡകളൊക്കെയും ഏറ്റെടുത്തത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നും നിങ്ങളുടെ മധ്യത്തില് വസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഈ ജീവിക്കുന്ന ദൈവമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങൾ ഓടി അണയേണ്ടത് എൻ്റെ പക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഓടി അണയാവുന്ന ഏറ്റവും അടുത്ത ദൂരം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത് ഓടി അണയാവുന്ന അടുത്ത ദൂരം എന്ന് പറയുന്നത് ഏതാണ്? എൻ്റെ വീടിൻ്റെ, ഞാൻ ആയിരിക്കുന്ന ഇടത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ദേവാലയത്തിലെ സക്രാരിയുടെ മുൻവശമാണ്. ഞാൻ മറ്റ് പ്രതിപദികളിലേക്ക് പോകരുത്, മറ്റ് വ്യക്തികളുടെ സഹായം തേടി പോകരുത്, ഞാൻ മറ്റ് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് മറ്റ് പ്രതിവിധികൾ തേടി പോകാനായിട്ട് പാടില്ല. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അടുത്തുള്ള ദേവാലയത്തിൻ്റെ സക്രാരിയുടെ മുൻപില് പരിശുദ്ധ കുർബാനയില് അവൻ എഴുന്നള്ളി ജീവനോടുകൂടി ഇരിപ്പുണ്ട്. ആ നിറഞ്ഞ സാന്നിധ്യത്തിന്റെ മുൻപില് നമ്മളുടെ കണ്ണീരൊഴുക്കി വെക്കാൻ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ പങ്കുവെക്കാൻ അവൻ എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഇന്നും ജീവനോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക.
അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ജീവിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കുക. അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുഴുവൻ രാവിലെ എഴുന്നേറ്റ് തമ്പുരാൻ കർത്താവിന്റെ മുൻപില് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ പോയി ആരാധന നടത്തി, അതിനുശേഷം പരിശുദ്ധ കുർബാന അർപ്പിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവന്റെ ശരീരം നാവിലേക്ക് സ്വീകരിച്ച്, ശരീരരക്തങ്ങൾ നാവിലേക്ക് സ്വീകരിച്ച് ആ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ആ വിശുദ്ധാത്മാക്കൾ എല്ലാവരും നന്മ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മദർ തെരേസയുടെ ജീവിതം, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഓരോ വിശുദ്ധാത്മാക്കളുടെയും ജീവിതം നമുക്ക് മാതൃകയാണ്. ആ അമ്മ രാവിലെ എഴുന്നേറ്റ് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പരിശുദ്ധ കുർബാനയിലുള്ള പരിശുദ്ധ ദൈവത്തെ, തമ്പുരാൻ കർത്താവിനെ ദർശിച്ച് അവനെ സ്വീകരിച്ച് അതിൽ നിന്നുള്ള ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ മഠത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചുറ്റുമുള്ള സഹോദരങ്ങളില് തമ്പുരാൻ കർത്താവിനെ, രാവിലെ കണ്ട അപ്പത്തിൻ രൂപത്തിൽ കണ്ട തമ്പുരാൻ കർത്താവിന്റെ രൂപം തൻ്റെ ചുറ്റുമുള്ള മക്കളിൽ കണ്ട് അവർക്ക് കരുണ നൽകി, അവരെ ശുശ്രൂഷിച്ച് അവർക്ക് സ്നേഹം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ച വലിയ വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. എല്ലാ വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തിൽ അവർ ചേർന്ന് നിന്നിരുന്നത് പരിശുദ്ധ കുർബാനയോടാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം പരിശുദ്ധ ബലിയിൽ പങ്കെടുത്തിരിക്കണമെന്ന് നിങ്ങളുടെ ഇടവക വികാരിമാർ നിഷ്കർഷിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ബോധ്യത്തിന്റെ പുറത്തു നിന്നാണ് നിങ്ങളെ ഉപദേശിക്കുക. കാരണം ഓരോ വൈദികന്റെയും ജീവിതത്തില് അവന് ശക്തി നൽകുന്നത്, അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ ആ വിശുദ്ധി തിരികെ പിടിച്ചെടുക്കാനായിട്ട് അവനെ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ അവൻ തിരുശരീര രക്തങ്ങൾ അവന്റെ കരങ്ങളിലേക്ക് എടുക്കുമ്പോൾ തമ്പുരാൻ കർത്താവിനെ തന്നെയാണ് അവൻ എടുക്കുക. അപ്പോൾ തന്നെ അവന്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് തമ്പുരാൻ കർത്താവിലേക്ക് അവന്റെ ജീവിതത്തെ ചേർത്തു വെക്കാനായിട്ട് അവന് പലപ്പോഴും ശക്തിയും അവന് പലപ്പോഴും കരുത്തും നൽകുന്നത് ഈ പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള ഒരു താല്പര്യമാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വൈദികർ, വികാരിമാര് നിങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിലുള്ള ശക്തി സ്വീകരിക്കാനായിട്ടുള്ള വലിയ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഒരു ദിവസം പരിശുദ്ധ ബലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആ പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണം എപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യം, നിങ്ങളുടെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹമായിട്ട്, സംരക്ഷണമായിട്ട്, അവന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതമാണ് ക്രൈസ്തവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ട് അവൻ കൂടെ കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ കുർബാനയോട് അവൻ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയിൽ നിന്ന് അവന്റെ ശരീരരക്തങ്ങൾ സ്വന്തം നാവിലേക്ക് അവൻ സ്വീകരിച്ചതിന് ശേഷം അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ ഇറങ്ങുന്ന വഴി മുതൽ ഞാൻ മറ്റുള്ളവർക്ക് ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടേണ്ടവനാണ്. ഞാൻ പരിശുദ്ധ ബലിയർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മുഖം പ്രസന്നമായിരിക്കണം, എൻ്റെ മുഖത്ത് ഒരു വലിയ സന്തോഷം ഉണ്ടായിരിക്കണം. എൻ്റെ തമ്പുരാനെ, ജീവനുള്ള തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു സന്തോഷം ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിൽ പരിശുദ്ധ ബലിക്ക് ശേഷം ആ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരിക്കണം. ആ സന്തോഷം എന്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷമാണ്? എൻ്റെ തമ്പുരാനെ ഞാൻ സ്വീകരിച്ചതിൻ്റെ സന്തോഷമായിരിക്കണം. ആ സന്തോഷത്തിന്റെ പുറത്ത് എൻ്റെ ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ, എൻ്റെ ചുറ്റുമുള്ള സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഒരു നല്ല പുഞ്ചിരി നൽകാനായിട്ട്, അവരോട് സ്നേഹത്തോടു കൂടി അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട്, എനിക്ക് ചെയ്യാവുന്ന നന്മ ചെയ്യാനായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ ക്രൈസ്തവരെ ഓരോരുത്തരെയും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നവരാണല്ലോ, പിന്നെന്താ ചോദിക്കുന്നേ? എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നാവിൽ സ്വീകരിക്കുന്നവരാണ്, എന്നിട്ട് നിങ്ങൾക്കൊരു കുറവുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്നില്ല? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നിങ്ങൾ നാവിൽ സ്വീകരിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്നില്ല? പ്രിയമുള്ളവരെ, നമുക്കിന്ന് ആത്മാർത്ഥമായിട്ടൊരു ആത്മശോധന ചെയ്യാം. എന്താണ് എൻ്റെ ജീവിതത്തിന്റെ കുറവ്? പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും യഥാർത്ഥ കത്തോലിക്കനായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നന്മയുടെ ഉറവിടമായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്?
അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മോട് കൂടെ ആരുണ്ടാകണം? ഈ പരിശുദ്ധ അമ്മയുണ്ടാകണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് നമ്മളുടെ കൂടെ ഉണ്ടാകേണ്ടത്? പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താനായിട്ടും പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു കുറവും കൂടാതെ ഒഴുകി എത്തണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്തി അവൾ വളർത്തും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണം. കാരണം എന്താ? പരിശുദ്ധ അമ്മയാണ് ഈ കുർബാനയെ ഈ ലോകത്തിന് സമ്മാനമായിട്ട് നൽകിയത്. ഈശോനാഥനെ 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് വചനത്തെ ലോകത്തിന് പങ്കുവെച്ച ആദ്യത്തെ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഈ പരിശുദ്ധ കുർബാനയെ സംരക്ഷിച്ച സൂക്ഷിച്ചു വെച്ച സക്രാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഈ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് ഒരു സക്രാരിയെ തന്നെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് എൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലായിരിക്കും. രണ്ടാമതായിട്ട് ഇവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ എനിക്ക് ഒരു മടിയും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ആത്മാവും നമ്മോട് കൂടെ ഉണ്ടാകാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്? ഒന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധ കുർബാനയെ അവൾ ഉദരത്തിൽ വഹിച്ചവളാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെയാണ് അവളിലൂടെ ലഭിക്കുക? കാരണം അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു. അവൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകാനായിട്ട് അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവൾ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവദൂതൻ അവളുടെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്റെ മാതാവാകാനായിട്ട് നീ പോകുന്നു എന്ന് അറിഞ്ഞ സന്തോഷം പങ്കുവെക്കാനായിട്ട് എലിസബത്തിന്റെ മുൻപിലേക്ക് പോകുമ്പോൾ എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. അവളുടെ ഉദരത്തിൽ കടന്നിരുന്ന സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടി എന്നാണ് പറയുക. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഉറപ്പോടുകൂടിയാണ് പിതാവായ ദൈവം പുത്രനായ ഈശോ മിശിഹായുടെ സംരക്ഷണം ഈ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം ഈ ഈശോനാഥൻ ഈ മടിത്തട്ടിൽ കിടന്നാണ് വളർന്നു വന്നിട്ടുള്ളത്. ഈശോനാഥൻ 30 വയസ്സ് വരെ ഈ അമ്മയോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ചേർന്ന് ജീവിക്കുന്ന അവസരത്തിലെല്ലാം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് അവനോട് കൂടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് അവൻ്റെ പരസ്യ ജീവിത കാലത്ത് അവൻ എല്ലാ അത്ഭുതങ്ങളും നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാകും എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ആരാണ് പരിശുദ്ധാത്മാവ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് വചനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് റോമാ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നുണ്ട്. റോമാക്കാരുടെ ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായേ പാടുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ ആ നദിയുടെ മുകളിലൂടെ, ജലപ്പരപ്പിന്റെ മുകളിലൂടെ അത് ദൈവത്തിൻ്റെ അരൂപി ചൈതന്യം ഒഴുക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോയേൽ പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ ഇപ്രകാരം അറിയിക്കുന്നുണ്ട്: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നേരത്തെ തന്നെ തമ്പുരാൻ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകളാണ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുന്നവരാകും.
അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ് എന്ന് വചനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആദ്യമായി കർത്താവ് ഈശോ മിശിഹായെ ഏക രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. തമ്പുരാൻ കർത്താവിനെ ഏക കർത്താവായിട്ടും രക്ഷകനായിട്ടും സ്വീകരിക്കാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകണം. റോമാക്കാരുടെ ലേഖനത്തില് 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ നൽകുന്നത് ആരാണ്? ഇന്ന് തമ്പുരാന്റെ പ്രവർത്തനങ്ങളെല്ലാം അവൻ നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ കർത്താവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് ഏറ്റുപറയാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും യോഗ്യരാവുക. രണ്ടാമതായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലണം. തമ്പുരാനെ രക്ഷകനായിട്ട് ഏറ്റെടുത്താൽ മാത്രം പോരാ, അവൻ്റെ പക്കലേക്ക് ചെല്ലാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരും. കർത്താവിൻ്റെ ദാസന്മാരും ദാസികളുമായി നമ്മളെ തന്നെ മാറ്റുമ്പോഴും അനുതപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരും. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ സുവിശേഷ പ്രഘോഷണമെല്ലാം കേട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ട് അവർ എളിമയോടുകൂടി അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുവാൻ, നമ്മളുടെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവരായിക്കൊണ്ട് അതിനെക്കുറിച്ച് അനുദപിക്കാനായിട്ടും തമ്പുരാനിലേക്ക് തിരികെ വരാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കാനായിട്ടും ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അവൻ നമ്മെ പഠിപ്പിക്കും. ഈശോ പറയുന്നുണ്ട്, എൻ്റെ സഹായകൻ നിങ്ങളുടെ പക്കലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചവയുടെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അവൻ അന്ന് മനസ്സിലാക്കി തരും. 3 വർഷവും ഈശോ തൻ്റെ ശിഷ്യന്മാരെ കൂടെ നടത്തിക്കൊണ്ട് പഠിപ്പിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലായോ? ചെറിയ ഉപമകളുടെ അർത്ഥം പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സഹായകൻ നിങ്ങളുടെ പക്കലേക്ക് വരുമ്പോൾ, ആ സഹായകനാൽ നിങ്ങൾ ഓരോരുത്തരും നിറയുമ്പോൾ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവൻ നിങ്ങളെ പഠിപ്പിച്ചു തരും, അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ അവൻ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കും. അവൻ നമ്മളെ വിശുദ്ധീകരിക്കും. കൂടുതൽ വിശുദ്ധിയിൽ വളരാനായിട്ട് അവൻ നമ്മളെ സഹായിക്കും. നമ്മെ ദൈവ മക്കളായിട്ട് ഉയർത്തും. നമ്മളുടെ ബലഹീനതയിൽ നമ്മെ അവൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവൻ നമ്മളെ പ്രേരിപ്പിക്കും. കൂടുതൽ ധൈര്യത്തോടുകൂടി
വചനം പ്രഘോഷിക്കാൻ അവൻ നമുക്ക് ശക്തി നൽകും. കൂടുതൽ ധൈര്യത്തോടുകൂടി വചനം പ്രഘോഷിക്കാൻ അവൻ ശക്തി നൽകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കാനായിട്ട് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവനായിട്ട് ജീവിക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? പരിശുദ്ധ കുർബാനയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ആരാണ് ഉണ്ടാകേണ്ടത്? പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടാകണം. അമ്മ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 2 വലിയ സംരക്ഷണവും നമുക്കുണ്ടാകും. ആരുടെയൊക്കെ സംരക്ഷണം? പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും നമ്മളുടെ കൂടെ ഉണ്ടാകും, അവളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തിയാൽ. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം മുഴുവൻ. ഈ മാസത്തിലൊക്കെയും നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടാണ്. മെയ് മാസത്തിൽ പ്രത്യേകമായിട്ട് ഒരു മാസം, വേറൊരു 12 മാസത്തിൽ 2 മാസങ്ങൾ ഇങ്ങനെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് തിരുനാളുകൾ നമ്മൾ അമ്മയുടെ പേരിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം അമ്മയോടുള്ള അടുപ്പമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിലൂടെ എല്ലാം അമ്മയോട് അടുപ്പം കാണിക്കുമ്പോൾ ഈ അമ്മ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഈ അമ്മ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധ കുർബാനയിലേക്കും പരിശുദ്ധാത്മാവിലേക്കുമാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, പരിശുദ്ധ ജപമാല അർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല. കാരണം നിങ്ങളെ പിന്നീട് നയിക്കുന്നത് പരിശുദ്ധ അമ്മയായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ കുർബാനയോടും ചേർന്ന് ജീവിക്കാനായിട്ട്. രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ആരായി? നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി, നമ്മൾ ആത്മീയതയുള്ള വ്യക്തികളായിട്ട് മാറും. ഇന്ന് ഈ ആധുനിക തലമുറയിൽ പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ആത്മീയതയിലേക്കുള്ള ഒരു താല്പര്യമാണ്. ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. വളരെയധികം വേഗത്തിലുള്ള അലച്ചിലുകളുള്ള ഒരു ജീവിതമാണ് ഇന്നേ ദിവസം. ഇന്ന് ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ജോലിക്ക് പോയാൽ മാത്രമേ ഇന്ന് കുടുംബം പുലർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഒരല്പം നേരം ശാന്തമായിരുന്ന് ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് എന്തിനു വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ ഈ ജീവിതം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് തങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഹൃദയത്തിന്റെ എളിമ ഇന്നത്തെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകണം. എന്താണ് ദൈവം തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, ഞാൻ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ, മക്കൾ എന്നുള്ള നിലയിൽ, സഹോദരൻ എന്നുള്ള നിലയിൽ, സഹോദരി എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം തമ്പുരാനോട് അവൻ്റെ ഇഷ്ടം ചോദിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതിന് എൻ്റെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് ഞാനൊരു പ്രാധാന്യം നൽകണം, പ്രാർത്ഥനയ്ക്ക് കൂടുതലായിട്ടുള്ളൊരു പ്രാധാന്യം നൽകണം. ഈ പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ മുൻപിലേക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പരിശുദ്ധ അമ്മ എന്നാ ചെയ്തുകൊണ്ടിരിക്കുക? കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അതോ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല, അവളുടെ മുറിയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ദൈവദൂതൻ അവളുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അഭിസംബോധന ചെയ്യുന്നതും. അതിനുശേഷം വലിയൊരു സദ്വാർത്ത അവളെ അറിയിക്കുകയാണ്, ദൈവപുത്രന്റെ മാതാവാകുവാനായിട്ട് നീ ഇതാ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം, ഒരു ആത്മീയതയുടെ ജീവിതം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഈ ലോകത്തിൽ പരക്കം പായുമ്പോൾ നമ്മളെല്ലാവരും ഓടുമ്പോൾ നമ്മൾ ഒരുപാട് ബിസി ആയിട്ട് നമ്മളുടെ ജീവിതങ്ങൾ നയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്,
എൻ്റെ ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട്, എൻ്റെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പദവിക്ക് വേണ്ടിയിട്ട്, എൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ജോലി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സാലറിയുടെ ഹൈക്കിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് അധ്വാനിക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഫലപ്രദമാകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണോ എന്ന് ഞാനൊന്ന് തിരിച്ചറിയേണ്ടത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തീരുമാനം, എന്നുള്ള ചിന്ത നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇപ്രകാരം ആത്മീയനായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകണം. ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് തമ്പുരാനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അലക്സാണ്ടർ ചക്രവർത്തി വളരെയധികം ശക്തനായിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു. തൻ്റെ കഴിവ് കൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചുകൊണ്ട് അത്രമാത്രം ശക്തമത്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഏതൻസിൽ 2 പേരുടെ പേരുകളാണ് അന്ന് കേട്ടിരുന്നത്. ഒന്ന് സർവശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ടുള്ള സർവാധിപനായിട്ടുള്ള ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേരും, പിന്നെ രണ്ടാമതായിട്ട് ഒന്നുമില്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ഒരു സന്യാസിയായിട്ട് ജീവിച്ച ഡയോജിനസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും. 2 പേരുകൾ, ഒന്ന് അലക്സാണ്ടറും 2 ഡയോജിനസും. ഡയോജിനസിന് ഒന്നും വേണ്ട, ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ ഒന്നും തന്നെ സ്വന്തം സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം എല്ലാം ഉപേക്ഷിച്ച്, താൻ ഇട്ടിരുന്ന വസ്ത്രം പോലും തനിക്ക് ഭാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും ഉപേക്ഷിച്ച്, തൻ്റെ കയ്യിലുള്ള ഭിക്ഷ യാചിക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം അതും ഒരു ഭാരമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതും ഉപേക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തിലൂടെ പാറിപ്പറന്ന് ആത്മീയനായിട്ട് എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള വചനങ്ങൾ നൽകിക്കൊണ്ട് കടന്നുപോയ ഒരു വ്യക്തി, ആത്മീയമായിട്ടുള്ള ഒരു ഗുരുവായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡയോജിനസ്. ഇപ്രകാരം 2 വ്യക്തികളുടെ പേരായിരുന്നു അന്ന് കേട്ടിരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ഒരു ദിവസം നദീ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ യാദൃശ്ചികമായിട്ട് ഡയോജിനസ് ഇരുന്ന് വെയിൽ കായുന്നതായിട്ട് കണ്ടു. അന്നത്തെ നമ്മുടെ ഫോറിൻ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലെയല്ല, നമുക്ക് ആവശ്യത്തിൽ കൂടുതലൊക്കെ വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വെയിൽ കായേണ്ട കാര്യമില്ല. അവർക്ക് വെയിൽ കായാനായിട്ട് നദീതീരത്തിലോ അല്ലെങ്കിൽ ഈ സമുദ്രത്തിന്റെ തീരത്തോ അല്ലെങ്കിൽ കടലിന്റെ തീരത്തോ ഒക്കെ പോയി കിടക്കുന്ന ഒരു പതിവ് അവർക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നദീതീരത്ത് കിടന്നുകൊണ്ട് വെയിൽ കായിക്കൊണ്ടിരുന്ന സമയത്ത് ഡയോജിനസിനെ കണ്ട മാത്രയിൽ വളരെയധികം അഹങ്കാരത്തോടുകൂടി അലക്സാണ്ടർ ചക്രവർത്തി ഡയോജിനസിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട്, മറ്റുള്ളവരൊക്കെ ഇവനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ട് അഹങ്കാരത്തോടുകൂടി ഡയോജിനസിന്റെ മുമ്പിൽ വന്നിട്ട് നിന്ന് പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അല്ലയോ ഡയോജിനസ്, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഈ ആകാശത്തിന്റെ കീഴെ ഈ ഭൂമിയിൽ നിനക്ക് ആവശ്യമുള്ള എന്തും നീ ചോദിച്ചു കൊള്ളുക, നിനക്ക് ഞാനത് നേടിത്തരാം. ആകാശത്തിന് കീഴില് ഭൂമിയിലുള്ള എന്തും നീ എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്കത് നേടിത്തരാം, അല്ലെങ്കിൽ നിനക്ക് തരാം. ഡയോജിനസ് വളരെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അലക്സാണ്ടർ ചക്രവർത്തിയോട് തിരിച്ചു പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ താങ്കൾ എനിക്ക് സമ്മാനമായിട്ട് നൽകിയാലും എനിക്ക് സന്തോഷം നൽകാനായിട്ട് താങ്കൾക്ക് കഴിയുകയില്ല. എനിക്ക് ഒന്നും തന്നെ വേണ്ട, ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ, ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ നൽകിയാലും എനിക്ക് സന്തോഷമുണ്ടാവുകയില്ല. താങ്കൾക്ക് പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്താണ്? താങ്കൾക്ക് ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഒരല്പം മാറി നിന്നാൽ എൻ്റെ ശരീരത്തിലേക്ക് ഇപ്പം പതിച്ചുകൊണ്ടിരുന്ന സൂര്യരശ്മികൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഒന്ന് പതിക്കാനായിട്ട് പറ്റും. എനിക്കത് മാത്രം ഒന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. എൻ്റെ അയൽപക്കത്തുള്ളൊരു വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു റെനോവേഷൻ വർക്ക് നടത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും, നമ്മളുടെ വീട്ടിലൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രൂ കയറ്റാനായിട്ട് ഒന്നെങ്കിൽ മക്കളുണ്ടാകും അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ലോൺ എടുത്തുകൊണ്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായാൽ അവരുപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കണ്ടു കഴിയുമ്പോൾ എന്നാൽ എനിക്കും അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയായി.
എന്നാൽ ഇത് സ്വന്തമാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് രാജകൊട്ടാരത്തിൽ പളുങ്കുമെത്തയിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന ഒരു രാജാവിന് പോലും സമാധാനം ഉണ്ടാവുകയില്ല അവൻ ഭൗതികമായിട്ടുള്ള സമ്പത്ത് നേടിയെടുക്കുന്നതിനെ പ്രതി. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തിയുണ്ട്. നമ്മുടെ സഭാചരിത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഓർക്കുന്ന ഒരു ചക്രവർത്തിയാണ്, രാജാവാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു ദിവസം റോമാ സാമ്രാജ്യത്തിന്റെ നഗരവീതിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇതിനു മുൻപ് തൻ്റെ ഈ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെയൊക്കെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ ചക്രവർത്തിമാരുടെ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ വളരെയധികം കഴിവുള്ള കലാകാരന്മാരായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഓരോ രൂപങ്ങളും ജീവൻ തുടിക്കുന്ന രൂപങ്ങളായിരിക്കും അവർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കി വന്നപ്പോഴത്തേക്കും ചക്രവർത്തി ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാ രൂപങ്ങളും എഴുന്നേറ്റ് നിന്ന് ശക്തിമത്തായിട്ട് അല്ലെങ്കിൽ ശക്തിയുള്ള ദൃഢഗാത്രരായിട്ടുള്ള ചക്രവർത്തിമാരുടെ രൂപങ്ങളായിരുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത് വലിയൊരു പ്രതാപശാലിയായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണർത്തുന്ന തരത്തിലാണ് ഈ കലാകാരന്മാരെല്ലാം ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്നിട്ട് ഈ ചക്രവർത്തി ഇതെല്ലാം കണ്ടതിന് ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ, എൻ്റെ മരണത്തിന് ശേഷം നിങ്ങളൊരു രൂപമുണ്ടാക്കുമ്പോൾ ഈ രൂപങ്ങളെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന രൂപങ്ങളായിരിക്കരുത് ഉണ്ടാക്കേണ്ടത്. മറിച്ച് നിങ്ങൾ എൻ്റെ രൂപം ഉണ്ടാക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ രൂപമായിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാന്റെ മുൻപിൽ ഞാൻ കൈവിരിച്ച് നിന്ന്, എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കൈവിരിച്ച് നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് നേടിയിരിക്കുന്നത് എല്ലാം തന്നെ എന്ന് എളിമയോടുകൂടി വിളിച്ചു പറയാനായിട്ട് ഒരു രാജാവിന് കഴിഞ്ഞുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആത്മീയനായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന്റെ പുറത്തായിരിക്കരുത് ഞാനൊരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോകേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കരുത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഞാൻ നിർവഹിക്കേണ്ടത്. മറിച്ച് എൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് ഓരോ ദിവസവും വളരണം. അവന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിയണം. അവന്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കണം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഓരോ ദിവസവും വളരേണ്ടത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാകരുത് എൻ്റെ പ്രാർത്ഥനാ ജീവിതം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തായിട്ടുള്ള ജീവിതമായിരിക്കണം. ഇപ്രകാരം ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ്. നമ്മളോട് എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ ജപമാല എടുത്തുകൊണ്ട് ജപമാല മണികൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ്? ഞാൻ ഈ ജപമാല മണികൾ അർപ്പിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നത് എന്നുള്ളൊരു ബോധ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ ലോകത്തില് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഡ്യൂട്ടി എന്താണ്? മനുഷ്യ മക്കൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ള ഒരേ ഒരു ഡ്യൂട്ടി മാത്രമേ പരിശുദ്ധ അമ്മയ്ക്കുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മാത്രം നിങ്ങളെല്ലാം പറഞ്ഞുകൊള്ളുക. എന്ത് കാര്യവും കേൾക്കാനായിട്ടും എന്ത് കാര്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ടും അവൾ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വളർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയനായിട്ട് ജീവിക്കാനായിട്ട് ഭൗതിക വസ്തുക്കളോട് താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയരായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ആത്മീയനായിട്ട് നമ്മളെ ജീവിക്കാൻ സഹായിക്കുമ്പോൾ ഒരു വലിയ വെല്ലുവിളിയെ നേരിടാനായിട്ടുള്ള ഒരു ശക്തിയും അവൾ നമുക്ക് നൽകും. എന്ത് വെല്ലുവിളിയാണ് ആത്മീയരായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഉണ്ടാകുക? ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും പരിശുദ്ധ ജപമാല അർപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല അർപ്പിച്ച് സുഹൃത ജപം ചൊല്ലിക്കൊണ്ട് ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ മാറ്റിവെക്കുന്നുണ്ട്.
എന്നിട്ടും ഇതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചു തന്നല്ലോ. എൻ്റെ ജീവിതങ്ങളിലേക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും ഒക്കെ ദൈവം അനുവദിച്ചു തരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ചിലരെങ്കിലുമൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് പിറുപിറുത്തുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ സാധ്യതകളുടെ നടുവിൽ പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും കൂട്ടായിട്ടുണ്ടാകും. കാരണം എന്താണ്? പരിശുദ്ധ അമ്മ വലിയൊരു സന്തോഷം സ്വീകരിക്കുന്ന മാത്രയിൽ തന്നെ വലിയൊരു വിഷമവും ഏറ്റെടുത്തവളാണ്. അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന്. തമ്പുരാന്റെ അമ്മയാകാനായിട്ട് നീ പോകുന്നു എന്ന് കേട്ട സമയം മുതൽ അവസാനം വരെയും, ജീവിതത്തിന്റെ അവസാനം വരെയും അവളുടെ ജീവിതത്തിലെ സഹനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേദനകളും കഷ്ടപ്പാടുകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കുഞ്ഞിന് സമാധാനത്തോടു കൂടി ഒന്ന് ജന്മം നൽകാനായിട്ട് പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം പോലും സമാധാനമില്ലാതെ അവൾ ഓടി അലയുകയായിരുന്നു. അതിനുശേഷം സുരക്ഷിതത്വമില്ലാത്ത നാട്ടില് ഈ ബാലനായ ഈശോയെ സംരക്ഷിച്ചുകൊണ്ട് അവർ 30 വർഷം വരെ അവർ കാത്തിരുന്നു. ആ 30 വർഷത്തിന് ശേഷവും അവനെക്കുറിച്ചുള്ള കിംവദന്തികളും അവനെക്കുറിച്ചുള്ള കുറ്റങ്ങളും ഒക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമത്തോടു കൂടിയാണ് അവൾ ജീവിച്ചത്. ഏറ്റവും ഒടുവിൽ തൻ്റെ മകന്റെ മരണം വരെ തൻ്റെ കൺമുമ്പിൽ നിന്ന് കാണേണ്ട ഒരു വലിയ മനോവ്യഥയും അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തമ്പുരാനെ സ്നേഹിക്കാനായിട്ട്, തമ്പുരാനെ പിൻചെല്ലാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമായിട്ട് നമ്മൾ കരുതരുത്. നമ്മൾ തമ്പുരാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് അവൻ തരുന്ന സമ്മാനം എന്ന് പറയുന്നത് കുരിശുകളായിരിക്കും. എന്തുകൊണ്ടാണ് അവൻ കുരിശുകൾ നമുക്ക് നൽകുന്നത്? അവൻ കുരിശുകൾ നമുക്ക് നൽകുന്നത് നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കാനായിട്ടാണ്. നിന്റെ ജീവിതത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആത്മീയതയാണോ? എന്നോടുള്ള നിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഉറച്ച സ്നേഹമാണോ, ആത്മാർത്ഥതയുള്ള സ്നേഹമാണോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഈ ഒരു സഹനങ്ങളൊക്കെ അനുവദിച്ചു തരുന്നത്. ദേവസഹായം പിള്ളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകം ഞങ്ങൾ ദേവസഹായം പിള്ളയെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ദേവസഹായം പിള്ളയായിട്ട് അഭിനയിച്ചത് ഞാനാണ്. അപ്പോൾ ആ ദേവസഹായം പിള്ളയുടെ മാനസാന്തരത്തിന് ശേഷം, അവൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവൻ്റെ തറവാട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ആ തറവാട്ടിൽ ഉണ്ടാകുമ്പോൾ ഈ തറവാട്ടിലുള്ള എല്ലാവരും തന്നെ ഇവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഈ ഒരു അന്യ മതത്തിലേക്ക് നീ ചേർന്നത് കൊണ്ടാണ് നിനക്ക് ഇതുപോലെയുള്ള സഹനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്, ദൈവിയുടെ കോപമാണ്, ദേവന്മാരുടെ കോപമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കുറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ അവനാകപ്പാടെ തകർന്നില്ലാതായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഇവന്റെ മാനസാന്തരത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു സായിപ്പുണ്ട്, ഒരു ഡിലനായി സായിപ്പ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ ഡിലനായി സാഹിബ് ഈ ദേവസഹായം പിള്ളയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ദേവസഹായം നിനക്ക് എന്ത് പറ്റി, ഇത്രമാത്രം വിഷമസന്ധിയിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ ദേവസഹായം പിള്ള എല്ലാം പറയുന്നുണ്ട് ഈ ഡിലനായി സാഹിബിന്റെ മുൻപിൽ. ഉടനെ ഡിലനായി സാഹിബ് വളരെയധികം സംയമനത്തോടുകൂടി ഇവനെ ഉപദേശിക്കുന്ന കുറച്ച് വാചകങ്ങൾ, അന്നത്തെ ആ നാടകകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകങ്ങളുണ്ട്. ദേവസഹായം, സഹനങ്ങൾ ദൈവത്തിൻ്റെ സംസാര ഭാഷയാണ്. സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സംസാര ഭാഷയാണ്. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് എന്തോ നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു പടി ഉയരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സംസാര ഭാഷയാണ് സഹനങ്ങൾ. അതുകൊണ്ട് നീ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവം നിന്നോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നീ പരിശ്രമിക്കുക. അതോടുകൂടി അവൻ്റെ വിഷമങ്ങളൊക്കെ തീരുകയാണ്. അതിനുശേഷം അവൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അവൻ സ്വയം തന്നെ പീഡകൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. രാജാവ് അവനെ വിളിച്ച് അവനെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും തമ്പുരാന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെന്ന് അവൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ പീഡകളും ഏറ്റെടുക്കാനായിട്ടുള്ള ശക്തി അവന് ലഭിച്ചത് ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. ആ സഹനങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുക്കാനായിട്ട് അവന് കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്പർ ഓഫ് സഫറിങ്സ് നമുക്കുണ്ടാകും.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള വേദനകൾ നമുക്ക് പങ്കുവെക്കാനായിട്ടുണ്ടാകും. ഈ വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് എപ്പോഴും ആശ്വാസമായിട്ടുണ്ടായിരിക്കേണ്ടത് എന്താണ്? ഈ വേദനകളിലൂടെ തമ്പുരാൻ എന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തമ്പുരാനിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ടും അവൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനായിട്ടൊരു മനസ്സ് നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഓർത്തിരിക്കുക. അതുകൊണ്ട് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അഭയം പ്രാപിക്കേണ്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ടാണ്. കാരണം അവളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുത്ത വ്യക്തിയാണ്. ഈ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തമ്പുരാനിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ അടുപ്പിക്കാൻ ഈ അമ്മ നമ്മളെ സഹായിക്കും. ഈ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥ ആത്മീയനായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കും? ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിരിക്കും. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ആത്മീയനായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതിന് മാതൃകയും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് 3 മാസം അവിടെ പോയി നിന്നതായിട്ട് നമുക്ക് വചനം സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ക്ഷണം പോലും സ്വീകരിക്കാതെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാണ്. അവൾക്കൊരു ആവശ്യവുമില്ലായിരുന്നു. ഈശോനാഥൻ പോലും താല്പര്യം പറഞ്ഞില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരക്ഷരം അവനോട് പറയാനായിട്ട് നീ ഇപ്പൊ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഒന്നും പറയാതെ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ദാറ്റ് മീൻസ് ഹി വിൽ ഡു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരം ഉണ്ടായാലും അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ആ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവരായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനായിട്ട് കഴിയുക. പരന് ഉപകാരമുള്ള നന്മ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അവൻ്റെ വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും എൻ്റെ ചുറ്റുമുള്ളവരുടെ വേദനകളുടെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണീരൊപ്പാനായിട്ടുള്ളൊരു മനസ്സ് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഉണ്ടാകണം. 5-മതായിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് പരിഹരിച്ച് ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടെങ്കിൽ അവൾ എന്നെ സഹായിക്കും. എന്തൊക്കെ കുറവുകളാണ് നമുക്കുണ്ടാവുക? 1, പെട്ടെന്നുള്ള കോപത്തിൻ്റെ കുറവ്. 2, അധികാരത്തിൻ്റെതായിട്ടുള്ള കുറവ്. 1 സന്തോഷം കണ്ടെത്താത്തതിൻ്റെ ഒക്കെ കുറവ് നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. ഈ കുറവുകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഒരു പരിവർത്തനം വരുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിൽ ഒരു കോലമായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മളുടെ ജീവിതങ്ങളിൽ പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളുടെ മുമ്പിൽ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിലൊക്കെ ഒരു കോലമായിട്ട് നമ്മളുടെ അമ്മയെ, പരിശുദ്ധ അമ്മയെ നമ്മൾ പ്രതിഷ്ഠിക്കുക. എന്താണ് കോലം? നമ്മളൊക്കെ വീടുകളൊക്കെ പണിയുമ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ, സംരക്ഷണം ഉണ്ടാകാനായിട്ടാണ് കോലങ്ങളൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുക. അതുകൊണ്ട് ഈ ഒരു വലിയൊരു സംരക്ഷണമാണ് പരിശുദ്ധ അമ്മ നമ്മളുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നൽകുക. കോലത്തിന് എപ്പോഴും പുറകിൽ വളരുന്ന ഭവനത്തിനോട്, വ്യക്തികളോടൊക്കെ പറയാനായിട്ടൊരു കാര്യമുണ്ട്. സഖേ, നീ വളർന്നു വലുതാക്. കണ്ണേറെനിക്ക്, മണ്ണേറെനിക്ക്, കല്ലേറെനിക്ക്. സഖേ, നീ വളർന്നു വലുതാക്. എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുൻപിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ മുൻപിൽ എൻ്റെ അമ്മയെ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് തമ്പുരാന്റെ പ്രിയപ്പെട്ട മകനായിട്ട്, മകളായിട്ട് വളരാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും. ഈ അമ്മയുടെ മാധ്യസ്ഥത്തിന് കീഴിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭയം പ്രാപിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മേ, നിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഞങ്ങളൊന്ന് ആത്മശോധന ചെയ്യുകയായിരുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ എത്രമാത്രം